ഫ്രാൻസ് ഇസ്രായേലിനെ ഉപരോധിക്കുന്നു, ആയുധ ഉപരോധമാണ്. എന്നാൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇസ്രായേൽ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതെ, ഇതിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യവും അതിശക്തമായി വേരോടിയിട്ടുള്ള രാജ്യമാണ്. ഇന്ന് നമ്മൾ ഈ കാണുന്ന ആധുനിക ലോകം ജനാധിപത്യം, സാഹോദര്യം, സമത്വം ഈ സങ്കല്പങ്ങൾക്ക് തുടക്കം കുറിച്ച രാജ്യമാണ് ഫ്രാൻസ്. അതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ ഇമ്പോർട്ടൻസ്. ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു പരാജയക്കാണ്. കാരണം ആദ്യം വിപ്ലവകാരികൾ അധികാരം പിടിക്കുന്നു, പിന്നെ അത് അതിവിപ്ലവകാരികൾ വന്ന് ആളുകളൊക്കെ മൊത്തം സംശയം തോന്നുന്ന എല്ലാവരെയും കൊല്ലുന്ന ഗില്ലറ്റിൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ജാക്കോബിയൻ ക്ലബ്ബ് എന്നൊക്കെ പറയും, റോബിൻസ്പിയറൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജഭരണം പുനഃസ്ഥാപിക്കപ്പെടുന്നു, നെപ്പോളിയൻ രാജാവാകുന്നു. നെപ്പോളിയന് ശേഷം പിന്നെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുന്നു, പിന്നെയും രാജാധിപത്യം ഉണ്ടാകുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തോട് കൂടിയിട്ട് അതിന് മുമ്പായിട്ട് ഈ പറയുന്ന പോലെ ഫ്രാങ്കോ പ്രഷ്യൻ വാർ വരുന്നവരെ രാജഭരണം പല രീതിയിൽ നെപ്പോളിയൻ തേടൊക്കെ ഭരണാധികാരിയാവുന്നു. പിന്നെ അവസാനമായിട്ട് ജനാധിപത്യം ശക്തമായി നിൽക്കുന്നു. വളരെ വളരെ രസകരമായ ജനാധിപത്യ സംവിധാനമാണ്. അത് കഴിഞ്ഞ ഒരു പക്ഷേ അവിടെ അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ളൊരു ജനാധിപത്യം ഇസ്രായേലിലാണുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഭൂരിപക്ഷം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വരെ റെപ്രസെൻറ്റേഷൻ കിട്ടണം നിർബന്ധമുള്ള രാജ്യമാണ്. അപ്പോൾ ഇസ്രായേൽ എന്നുള്ള രാജ്യം രൂപം കൊണ്ടുവന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയ ഒരു രാജ്യവും ഈ ഫ്രാൻസാണ്. കാരണം ഫ്രാൻസ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പിടിച്ച് ആ രാജ്യം തന്നെ ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ രാജ്യമില്ലാത്തൊരവസ്ഥ അവർക്ക് അറിയാം. ഈ ആധുനിക ജനാധിപത്യം നമ്മൾ ഈ പറയുന്ന സാധനം മൊത്തം ജൂതന്മാരുണ്ടാക്കിയാൽ ഞാൻ പലതവണ വന്നിട്ടുണ്ട്. അപ്പോൾ ആധുനിക ജനാധിപത്യം ഉണ്ടായി വന്ന സ്ഥലം ഫ്രാൻസാണ് പ്രധാനമായിട്ടും. സ്വാഭാവികമായിട്ട് ഒരു ജൂയിഷ് ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ പല അറബ് പ്രദേശങ്ങൾ ഇവരുടെ മാൻഡേറ്റ് ആയിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം. അപ്പോൾ ഇപ്പം ഈ പറയുന്ന എനിക്കൊന്ന് ഈ രാജ്യം സിറിയ ആൻഡ് ദിസ് പ്ലേസ് ലെബനൻ ഇതൊക്കെ ഫ്രാൻസിൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുമ്പോൾ അത് ഫ്രാൻസിൻ്റെ ഇംഗ്ലണ്ടിൻ്റെയും ഈ പലസ്തീൻ എന്നുള്ള പ്രദേശം ഇംഗ്ലണ്ടിൻ്റെ മാൻഡേറ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഫ്രാൻസിൻ്റെ ഇംഗ്ലണ്ടിൻ്റെ എല്ലാ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ രാജ്യം സ്ഥാപിക്കപ്പെട്ട സമയത്ത് അന്ന് ഈ പറയുന്ന മുസ്ലിം ലോകമൊക്കെ എതിരായതുകൊണ്ട് ജൂതന്മാരെ യൂറോപ്പിന് ഇഷ്ടമല്ലാത്തതുകൊണ്ടും വലിയ സഹായമൊന്നും പുറത്തുനിന്ന് കിട്ടിയിരുന്നില്ല. നേരിട്ട് കൊടുക്കാൻ ആളുകൾക്ക് മടിയായിരുന്നു. ആ സമയത്താണ് ഫ്രാൻസ് അവർക്ക് വിമാനം കൊടുത്തത്. അവരാദ്യം ഉപയോഗിക്കുന്നത് ഫ്രാൻസിൻ്റെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ യുദ്ധങ്ങളെല്ലാം അറബികളെ തോൽപ്പിക്കുന്നത്. ഫ്രാൻസ് പഴയ യുദ്ധവിമാനങ്ങൾ കൊടുത്തു, അതവർ റീ എൻജിനീയറിങ് ചെയ്ത് പിന്നെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ സാധനമാക്കി മാറ്റി. അങ്ങനെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഫ്രാൻസ് ആദ്യഘട്ടത്തിൽ അമേരിക്ക പോലും അവർക്ക് ആ രീതിയിൽ സപ്പോർട്ട് കൊടുത്തിരുന്നില്ല. പിന്നെ ഡീഗാളിൻ്റെ സമയത്താണ് മാറ്റം വരുന്നത്. ഇവരുടെ ചില കടന്നുകയറ്റങ്ങളെല്ലാം ഡീഗാളിനെതിരായിരുന്നു. അപ്പോൾ ഡീഗാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർക്ക് ബുക്ക് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് ബോട്ടുകളുണ്ടായിരുന്നു നേവിക്ക് വേണ്ടിയിട്ട്, അത് കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു. ആ ബോട്ടുകൾ ഉപമാനം അടിച്ചു മാറ്റി കൊണ്ടുവന്നു ഇസ്രായേലിൽ മൊസാദ്. അപ്പോൾ എന്നിട്ട് ഈ ഇസ്രായേലിനെതിരെ ഫ്രാൻസ് യുദ്ധപ്രഖ്യാപനം നടത്തി. പക്ഷേ പിന്നെ ഫ്രാൻസ് അത് പിൻവാങ്ങി, ചേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം പിന്നെ ഔട്ട് ഓഫ് കൺട്രോളായി പോകും. അത് വെസ്റ്റേൺ ലോകത്ത് അന്ന് സോവിയറ്റ് റഷ്യയൊക്കെ വളരെ ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇസ്രായേലും ഫ്രാൻസും തമ്മിൽ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അത് വെസ്റ്റേൺ ലോകത്തിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് സോവിയറ്റ് റഷ്യ സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് അന്ന് ആ ഡീഗാൾ അവർ യുദ്ധത്തിന് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ പല സ്ഥലങ്ങളും കാണിക്കുന്ന തോന്നിയാസം കൂടിയാണല്ലോ. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാരണങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷേ വിവരമുള്ള ആളുകൾക്ക് അറിയാം ഈ കാരണങ്ങൾ മറ്റുള്ളവർ ഉണ്ടാക്കുമെന്ന് ഇസ്രായേലിന് അറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ ആ രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കിയാണ്. ഈ അറബികൾ മണ്ടന്മാർ കൊളുത്തി കൊടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള സ്ട്രാറ്റജിയാണ് ഇസ്രായേൽ ഉണ്ടാക്കുന്നത്. അതാണ് തന്നെ ഹമാസ് ആക്രമണം അങ്ങനെ തന്നെയാണല്ലോ. ഇവർ ഒരു മാളം ഉണ്ടാക്കി കൊടുത്തു, അതിലുള്ള മറ്റന്മാർ കയറി ഇപ്പം മാളത്ത് പൊളിച്ച് അവന്മാർ മൊത്തം ഗേറ്റ് കടന്നു വന്നു. അതാണ് അവിടെ നടക്കുന്നത്. ഗാസ മുഴുവൻ ഇവർ പിടിച്ചടക്കി. ഗാസയും കഴിഞ്ഞാൽ യുദ്ധം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം പുതിയ ആ മേഖല ഇപ്പം അവരൊരു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റർ ഇസ്രായേൽ സങ്കല്പത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികം അത് മറ്റു രാജ്യങ്ങളിപ്പം ലെബനനിലേക്കുള്ള കടന്നുകയറ്റമാണ്, സിറിയയിലുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ ഫ്രാൻസ് ഒക്കെ എടുക്കുന്ന നിലപാട് ബേസിക്കലി ഇസ്രായേലിന് അനുവദിച്ചു കൊടുത്ത സ്ഥലത്ത് ഇസ്രായേൽ നിന്നോട്ടെ. ഇനിയിപ്പം അന്നത്തെ സംഘർഷത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ വെസ്റ്റ് ബാങ്ക് ഗാസയും കൂടി അവർ വേണമെങ്കിൽ എടുത്തോട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്രായേൽ സ്വപ്നം കാണുമ്പോൾ അതും ഞാൻ അന്നേ നിങ്ങളെ പറഞ്ഞില്ലേ, അത് വലിയ അന്വേഷണങ്ങൾ സൃഷ്ടിക്കും വെസ്റ്റേൺ ലോകത്തെ ആയാലും മറ്റു സ്ഥലങ്ങളിലും. അത് അവസാനം ന്യൂക്ലിയർ പൊലിഫറേഷനൊക്കെ കാരണമാകും. ഇങ്ങനെ ഇസ്രായേലിനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ ലോകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം അവരുടെ വിശാലമായിട്ട് അതിൻ്റെ മക്കയും മദീനയും വരെയുണ്ട്.
ഇത് അവരുടെ ടാർഗറ്റ് അല്ല, ഇത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൻ്റെ ടാർഗറ്റും കൂടിയാണ്. മക്കയും മദീനയും പിടിക്കുക എന്നുള്ള അവരുടെ ടാർഗറ്റ് അല്ല, അത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ട് ഇവർ ഏറ്റെടുത്ത ടാർഗറ്റാണ്. ഇവർ പരസ്പരം ഹാൻഡ് ഇൻ ഹാൻഡാണ്, ഹാൻഡ് ഇൻ ഗ്ലൗ ആണ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഇവർക്കുന്നത്. ശരി. റോമൻ ക്രിസ്ത്യൻസ് അല്ലേ, അത് മനസ്സിലാക്കിയോ? മണ്ടന്മാർക്ക് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് റോമൻ ക്രിസ്ത്യൻസ് എന്നുള്ള ആളുകളാണ്, ക്രിസ്ത്യൻ എന്നുള്ളത് മാത്രമേ നോക്കുള്ളൂ. ഇപ്പോൾ റോമൻ ക്രിസ്ത്യൻസിനും അങ്ങനെ ഒരു താല്പര്യമില്ല ഇത് മക്കയും മദീനയൊക്കെ, അത് അവരുടെ വിശ്വാസമല്ലേ എന്ന് വിചാരിക്കുന്നത്, അത് അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ക്ലെയിമുള്ള സ്ഥലമൊന്നുമല്ല. അവിടെ മുമ്പ് കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ഇസ്ലാം വരുന്നതിന് മുമ്പ് ബഹുദൈവ ആരാധന, ഇപ്പൊ ഹിന്ദുമതല്ലേ, അതുപോലെ ബഹുദൈവ ആരാധനയെ വിശ്വസിക്കുന്ന ആളുകളായി കൂടുതൽ. ക്രിസ്ത്യൻസും ജ്യൂസൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ ഹിന്ദുക്കളെ പോലുള്ള ആളുകൾ, വേണമെങ്കിൽ ഹിന്ദുക്കൾ നമുക്കറിയാം അർത്ഥത്തിൽ പ്രകൃതി ആരാധനയെ വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. അതെല്ലാം കൊണ്ടാണ് ഈ RSS പറയുന്നത് കഅബയിലുള്ളത് ശിവലിംഗമാണ് എന്ന് അവർ പറയുന്നത്. ഇതിന്റെ ഫിലോസഫിക്കൽ ഡയമെൻഷൻ ഇതാണ്. ലോകത്ത് ക്രിസ്തുമതം, ഇസ്ലാം മതം, ജൂതമതം വരുന്നതിന് മുമ്പേ ലോകത്തുണ്ടായിരുന്ന മൊത്തം ഹിന്ദു മതമാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? അതായത് പ്രകൃതി ആരാധനയെ വിശ്വസിച്ചിരുന്ന ഈ വിഷ്ണുവിനെ ശിവനെ പോലെയുള്ള ദൈവങ്ങളെയും ഈ പറയുന്ന പോലെയുള്ളതാണ്, അത് ആ പേരുള്ള ദൈവങ്ങൾ എന്നല്ല ഞാൻ പറഞ്ഞത്, നോട്ട് ദ പോയിന്റ്. പിന്നെ പ്രകൃതി, നക്ഷത്രങ്ങളെയും ആകാശത്തെയും പുഴയെയും കടലിലേക്ക് ആരാധിച്ച മനുഷ്യന്മാരെ ലോകത്തുണ്ടായിരുന്നത്. അവർക്കിടയിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരായി ഇസ്രായേൽ വരുന്നു, ദൈവത്തിൻ്റെ സ്വന്തം ജനതയായ ക്രിസ്ത്യാനികൾ വരുന്നു. പിന്നെ ആ ദൈവത്തിൻ്റെ തന്നെ വേറൊരു വേർഷനായി അള്ളാഹ് ഈജിപ്ഷ്യൻ ഗോഡായിരുന്നു, അതിൻ്റെ അള്ളാഹയുടെ ജനമായിട്ട് മുസ്ലിങ്ങൾ വരുന്നു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പ്രത്യേകത വെച്ചാൽ ആളെ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. ഈ ദൈവങ്ങളെ തമ്മിൽ മത്സരിപ്പിക്കുക, എത്ര ആളുകൾ ഞങ്ങൾ ആരെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ജൂതന്മാർക്ക് ആളെ കൂട്ടുന്ന പരിപാടിയില്ല. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ആ രീതിയിൽ അപ്പം അങ്ങനെ പിന്നെ ആ രീതിയിൽ ഇസ്രായേൽ എപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. നെതന്യാഹു ഇതിനെതിരെ പക്ഷെ പ്രതികരിച്ചിട്ടുണ്ട്. അത് ഇറാന്റെ പ്രാകൃത ക്രൂരതകളോടാണ് ഇസ്രായേൽ പോരാടുന്നത്. ഈ നെതന്യാഹു പറയുന്നത് വെച്ചാൽ എല്ലാവരും, നെതന്യാഹും ട്രംപും ഒക്കെ പറയുന്നത് എല്ലാ ആളുകളും വിശ്വസിക്കുന്നത് കരുതുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇസ്രായേൽ വിജയിക്കും എന്നാണ്. അല്ല, അതൊക്കെ ശരിയായിരിക്കും. ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് പ്രശ്നം. അല്ല, അദ്ദേഹം പറയുന്നത് ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ചില നേതാക്കളുടെ കാപട്യമാണെന്ന് ഈ ഇമ്മാനുവൽ മാക്രോണിനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അല്ല, സായിബ് ടോണി പറഞ്ഞിട്ടുണ്ട്. സായിബ് ടോണി ആരാന്ന് പറയും? സായിബ് ടോണി ബിഗ് ബിയിലെ വില്ലനാണ്. ഓവർ കോൺഫിഡൻസ് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന ഇസ്രായേൽ നല്ല വെസ്റ്റേൺ കൺട്രീസിന് അദ്ദേഹം പറയുന്നത് ഒരു ന്യായമായ കാര്യമല്ലേ? കാരണം ഈ സമയത്ത് അവരെ സഹായിക്കുന്നവരുടെ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലോ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ അവരെ കൂടെ നിൽക്കുന്ന, അതും കംപ്ലീറ്റ്ലി ഈ പറയുന്ന ഫ്രാൻസ് ആണ് ശക്തമായിട്ട് അതിലും നിലപാടെടുത്തിട്ടുള്ളത്. ഫ്രാൻസ് എനിക്ക് തോന്നുന്നു പലസ്തീനെ ചില കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിന് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് നേരത്തെ UN കൊടുത്ത സ്ഥലങ്ങളിൽ ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമുണ്ട്. ഇനി പറയാതെ പറയുന്നതെന്ന് വെച്ചാൽ വെസ്റ്റ് ബാങ്കും ഗാസയും വേണമെങ്കിൽ ഇസ്രായേൽ അധീനതയിൽ പോയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇസ്രായേൽ കാലെടുത്ത് വെക്കുന്നതാണ് പ്രശ്നം. ശരി, മനസ്സിലായോ? പിന്നെ ഇത് നെതന്യാഹു പറയുന്നതല്ലേ, ഈ പ്രകോപനം ഇവർ കൂടി ഉണ്ടാക്കുന്നതാണല്ലോ. ഈ പ്രകോപനം ഇസ്രായേൽ കൂടി ഉണ്ടാക്കുന്നതാണ് ഇസ്രായേലിൻ്റെ വലിയ ടാർഗറ്റിലേക്ക്. ഇതറിയാത്ത ആളുകളല്ല ലോകത്തുള്ളത്, എസ്പെഷ്യലി വെസ്റ്റേൺ പിന്നെ എന്താണ് ഇന്റലിജൻസ്. അവരെ ഇങ്ങോട്ട് അടിക്കുമ്പോഴല്ലേ അവർ തിരിച്ചടിക്കുന്നു. അല്ല, ഇതാണ് അവരൊറ്റയ്ക്കും ബാക്കിയുള്ള മുഴുവൻ ആളുകളും, അതായത് ഹൂതികൾ, അതുപോലെ ഹിസ്ബുള്ള, ഇവരെല്ലാം എന്റെ ജോണ അതാണ് പറഞ്ഞത്. അത് ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ വിശ്വസിച്ചു തരും. പക്ഷേ ഈ അടിക്കാനുള്ള സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അവർക്കറിയാം, ഇന്റലിജൻസിന്. ഞാനത് ഡീപ് സ്റ്റേറ്റ് ഇത് കളിക്കുന്ന ആളുകളാണ്, അവർക്കറിയാം ഇങ്ങനെ അടിക്കാനുള്ള സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇസ്രായേൽ അടുപ്പിക്കുകയാണ്. ഇസ്രായേൽ അടുപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഗ്രേറ്റർ ഇസ്രായേലാണ്. ഗ്രേറ്റർ ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മുസ്ലിം രാജ്യങ്ങളെ സമയം നിലനിൽപ്പില്ലാത്ത അവസ്ഥ വരും. അവരെന്ത് ചെയ്യും? അവർ സമയം ഔട്ട് ആൻഡ് ഔട്ട് വാറിന് തയ്യാറാവും. അങ്ങനെ നിലനിൽപ്പില്ലാത്ത പ്രശ്നം വരും. ഈ ഔട്ട് ആൻഡ് ഔട്ട് വാറിന് തയ്യാറാവുമെന്ന് പാകിസ്ഥാനിൽ ന്യൂക്ലിയർ പൊലിഫറേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആറ്റം ബോംബ് എങ്ങനെ എടുത്ത് മാറ്റണം? പാകിസ്ഥാനിൽ ആറ്റം ബോംബ് എടുത്ത് മാറ്റിയിട്ടും കാര്യമില്ല. ഈ ടെക്നോളജി അവിടെ കിടക്കുകയാണ്, ബ്രെയിൻ അവിടെ കിടക്കുകയാണ്. മനസ്സിലായോ? അത് വലിയ വിപത്തിലേക്ക് പോകും. അതാണ് പ്രശ്നം. ഇപ്പം പലസ്തീനിലുള്ള പ്രശ്നം പല മുസ്ലിം രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. പക്ഷേ കളിച്ച് ലെബനോനും പിടിച്ചടക്കി, സിറിയയും പിടിച്ചടക്കി, ഈജിപ്തിനെ ആക്രമിച്ച് മക്കയും മദീനയും വരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്ഥിതിയുമാവും. ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് ചിലപ്പം
എന്താണ് പറയുക, ഒരു നമ്മുടെ സാമൂഹ്യ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്തായിരിക്കും. മഹാഭൂരിപക്ഷം ആളുകളും എസ്പെഷ്യലി മുസ്ലിം ജീവിക്കുന്ന കടുത്തമായ വിശ്വാസത്തിലൂടെയാണ്. ആ വിശ്വാസത്തിൻ്റെ ഏൽക്കുന്ന ഒരു അല്ല ആ വിശ്വാസത്തിന് ഏൽക്കുന്ന ഒരു അടി അവരെ സംബന്ധിച്ച് മരണത്തേക്കാൾ ഭയാനകമാണ്. അത് ഒന്നും രണ്ടും ഒന്നല്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ മതമാണ് ഇസ്ലാം. അത് ഷിയാക്കളെയും നമ്മളെപ്പോലുള്ള ലിബറലുകളെ മാറ്റി നിർത്തിക്കുക. ഈ തീവ്രവാദികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീവ്രവാദികളുടെ അനുഭാവം പ്രകടിപ്പിക്കുന്ന വലിയ ജനവിഭാഗമുണ്ട്. അവർ പാകിസ്ഥാൻ പട്ടാളത്തിലുണ്ട്. പാകിസ്ഥാൻ മിലിറ്ററിയാണ് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആർസനൽസ് കൈകാര്യം ചെയ്യുന്നത്. ചിത്രം മാറും. അതറിയുന്നതുകൊണ്ടാണ് ഫ്രാൻസിൽ നിന്ന് പറഞ്ഞത് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ലിമിറ്റ് കീപ്പ് ചെയ്യണം. അങ്ങനെ ഹിസ്ബുള്ള തകർന്നു. ഇപ്പോൾ അവർക്ക് ഇനിയിപ്പം വലിയ ഇങ്ങനെ ഈ രീതിയിൽ അവർ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ഇനി ഓരോരോ സ്റ്റെപ്പും ഇങ്ങനെ പുതിയ പുതിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനുള്ള വഴിപാട് അവിടെ ഇട്ട് കൊടുക്കും. എന്നുവെച്ചാൽ ഈ അറബികൾ പോകുന്ന വഴിയിൽ ഒരു പടക്കടും, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു തീപ്പെട്ടി ഇട്ട് കൊടുക്കും. അറബികൾ ഈ പണി ഒപ്പിക്കുമെന്ന് അറിയാം. കുറച്ച് ഈ അറബികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പടക്കം കത്തിച്ച് അങ്ങോട്ട് എറിയും. ഇതാണ് ഇസ്രായേലിൻ്റെ പണി. എന്നിട്ട് ഇസ്രായേൽ വന്ന് ഭയങ്കര അടി അടിക്കും.